ക്രിസ്തുമസ് ഒക്കെ ഇങ്ങെത്തിയപ്പോൾ കുര്യച്ചൻ നടുകുടിഞ്ഞ് കിടപ്പിലാണ്. അതുകൊണ്ടെന്താ ഇന്നിപ്പോൾ കരോൾ വരുന്ന ദിവസമായിട്ടും വീട്ടിലെ പുൽക്കൂടും ഒരുക്കങ്ങളും എങ്ങും ഇങ്ങും എത്തിയിട്ടില്ല. മറിയാമ്മ ആകെ ആദിയിലാണ്. മോൻ മത്തായി കൂട്ടുകാരൻ കൊച്ചുതോമയും കൂടെ പുൽക്കൂടൊരുക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. കാണാം. PMAC-ന്റെ ഈ 1ാം വാർഷികത്തിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നു ക്രിസ്തുമസ് ട്രീ. സമയം കളയുവാണ്. നല്ലൊരു ക്രിസ്മസ് ട്രീ പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു. ആ ക്രിസ്മസ് ട്രീകളെ ഒന്നും ആയിട്ടില്ലേ? ഇതൊക്കെ ഇനി എപ്പോ ശരിയാക്കാനാണോ എന്തോ? നിന്നെ കൊണ്ട് വല്ലതും നടക്കുവോ? അമ്മച്ചി പേടിക്കാരി അമ്മച്ചി, ഇത് ഞാൻ ഏറ്റു. ഊക്കിലൊരു മരം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. റെഡിയാകുമ്പോ കണ്ടോ, നിങ്ങളെല്ലാരും ഞെട്ടും. എടാ നീ എന്നാ ഞെട്ടിക്കുമെന്ന? മരമില്ല, അതുപോലും ഒപ്പിക്കണം. അങ്ങനെ ഞെട്ടിക്കാനുള്ള പ്ലാനാണ്. അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. നീ ഒന്ന് ചുമ്മാതി. സുനന്ദയുടെ വീട്ടിലൊരു മരം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് വെച്ച് ക്രിസ്മസ് ട്രീ എന്നതാ മത്തായി ഇവിടെ പരിപാടി? എന്തോ ഉടായി പൊപ്പിക്കാനുള്ള പ്ലാൻ ആണല്ലോ. എന്തോന്ന്? ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ കൂടെ പ്ലാൻ ചെയ്യുക. ആയോടാ, ക്രിസ്മസ് ട്രീ ആണോ? എന്റെ പറമ്പിലെ മരമെങ്ങാനോ ആണോ കണ്ടുവച്ചേക്കുന്നത്? അതെങ്ങാനോ ആണെങ്കിൽ മത്തായി നിന്നെ ഞാൻ ശരിയാക്കും. അത് തീരുമാനമായി. ഓ, ഒന്നും പറയണ്ടടി സുനന്ദേ. ഇവൻ ഈ ക്രിസ്മസ് വെള്ളത്തിലാക്കുമെന്നാ തോന്നുന്നേ. മിക്കവാറും. ഒന്നുമില്ല അമ്മച്ചി, ചുമ്മാതിരി. ചേട്ടത്തി, കേക്ക് കായോ? അതൊന്നും ആയില്ലെന്നേ. നീ വാ, നമുക്ക് അത് വല്ലതും നോക്കാം. എടാ പോയി, എങ്ങനെയാണ് നമുക്കൊരു മരം ഒപ്പിക്കണം? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ഇല്ലല്ലോ അമ്മച്ചി നമ്മളെ കൊല്ലും. നമ്മളെ അല്ല, നിന്നെ. പിന്നെ ഇത് തന്നെയല്ലേ മുമ്പേ ചോദിച്ചു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചോ ആ സുനന്ദയും മാതിരി കുനിഷ്ഠ ബുദ്ധിയാണ്. ആ ബെസ്റ്റ് ഇതാ പറയുന്ന കണ്ടവന്റെ. മതി മതി, നീട്ടണ്ട. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോ. ആ ഒരു പണിയുണ്ട്. വീട്ടിലൊരു ഡ്യൂപ്ലിക്കേറ്റ് മരമുണ്ട്. ആണോ? നല്ലതാണോ? അയ്യടാ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡെക്കറേഷനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒപ്പിക്കാം. ഒറ്റ ഉടത്തി ആർക്കും മനസ്സിലാവില്ല. എന്നാവാ, അത് നോക്കാം. ഒരു കാരണവശാലും അമ്മച്ചിക്ക് മനസ്സിലാവരുത്. ആ എന്നാ വാ പോവാ. അല്ല ചേട്ടത്തി, വൈനൊക്കെ കുപ്പിയിലേക്ക് മാറ്റിയോ? ആർക്കറിയാം. കുര്യാച്ചന് വയ്യാത്തത് കൊണ്ട് മൈക്കിളാണ് അതെല്ലാം ചെയ്യുന്നത്. ആ എന്നാ പിന്നെ പകുതി വൈനും ഇപ്പൊ തീർന്നു കാണും. ബെസ്റ്റ് പാർട്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ എന്നാ ചെയ്യാനാ? മൈക്കിളേ, എടാ മൈക്കിളേ, എന്നതാടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഞാൻ അകത്തിരുന്ന് കേക്കുമായിരുന്നു അമ്മച്ചി. ഇപ്പൊ എന്തോ നായി അകത്തിരുന്നവൻ കേക്കുമായിരുന്നു, കേറ്റുമായിരുന്നു കാണും. എടാ കുര്യാച്ചന് നീ മരുന്നും ചായയും കൊടുത്തോ? പിന്നെ അതെല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് കപ്പയും കൂടെ കൊടുത്തു. നന്നായി. ഇന്നിനി ഇവിടെ ആർക്കും ഉറങ്ങേണ്ട. അത് അച്ഛനല്ലേ വരുന്നത്? ആ അച്ഛനാണല്ലോ. അയാളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം അമ്മച്ചി. എന്തോന്നാടാ? അയാളോട് പോകാൻ പറയാം അമ്മച്ചി. 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും എന്റെ അമ്മയും തനിച്ചാക്കി ഇറങ്ങിപ്പോയവനാണ് അയാൾ. എനിക്ക് കാണേണ്ട മുഖം. അയ്യേ ശോകം. എടാ മൈക്കിളെ, നിർത്തടാ നിന്റെ അഭിനയം. അത് നിന്റെ അച്ഛനല്ല, വികാരി അച്ഛനാ. ആ അച്ഛനായിരുന്നോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് അല്ലേ, കുര്യാച്ചനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അത് നന്നായി അച്ഛോ. എടാ അച്ഛനെ അകത്ത് കൂട്ടിക്കൊണ്ടു പോ. എന്തുണ്ട് മൈക്കിളെ? വൈനൊക്കെ കുപ്പിയിലാക്കുമായിരുന്നു അച്ചോ. മത്തായിയോ? ഏയ്, മത്താകാനുള്ള ഒന്നും ഞാൻ കഴിച്ചില്ല അച്ചോ. മനസ്സിലായി, നടക്ക്. എന്നാ ചേട്ടത്തി, ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണേ. എന്നതേലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി, നീ പോയി റെഡി ആയിട്ടൊക്കെ വാ. അയ്യോ അമ്മച്ചിയെ, ഇപ്പൊ തീർന്നു. എന്റെ കർത്താവേ, ഇതിയായിപ്പോ എന്നാ പറ്റി? അയ്യോ, അച്ചായനൊന്നും പറ്റിയിട്ടില്ല, കപ്പയാ തീർന്നത്. ഡാ മൈക്കിളെ, എങ്ങനെയാണോടാ? സംശയമൊന്നും തോന്നത്തില്ലല്ലോ. കർത്താവിന് അറിയാം. അറിയാതെ പോയി പോസിറ്റീവായി ഒന്നും പറയരുത്. അല്ല കുഴപ്പമില്ല, പെട്ടെന്ന് മനസ്സിലാവത്തില്ല. മനസ്സിലാകാതിരുന്നാ മതിയായിരുന്നു.
അമ്മച്ചി അമ്മച്ചി എന്തുവാടാ, ചെറിയ മരമായി പോയല്ലോ. അല്ല അമ്മച്ചി, സംഭവം അടിപൊളി മരമാണ്. ഒരു ചുറുചുറുക്കുമില്ല, മണവും ഇല്ല. മണം മാത്രമല്ല, വലിയ കുണവും ഇല്ല. അല്ല അമ്മച്ചി, ഇപ്പൊ പുതിയ ടെക്നോളജി ആയപ്പോ മണമൊന്നും കാണില്ല. ഡെക്കറേഷനല്ല കാര്യം. അതെന്തോന്ന് ടെക്നോളജി? അതൊക്കെ ഉണ്ട്. കുരിയച്ചന് പറ്റിയിരുന്നപ്പോ നമ്മുടെ ട്രീയും കൂടുമായിരുന്നു ഈ കരയിൽ ഏറ്റവും ഭംഗിയുള്ളത്. ഇത്തവണ തീരെ വയ്യാഞ്ഞിട്ടാ. അല്ലെ ഇപ്പോഴും ചാടി ഇറങ്ങി ഇതൊക്കെ ശരിയാക്കിയേനെ. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത് സാരമില്ല. ഇനി നമ്മൾ എന്നാ ചെയ്താലും അമ്മച്ചിക്ക് പിടിക്കൂല. അത് മോനെ, അപ്പച്ചൻ ചെയ്യാത്തതിന്റെ പ്രോബ്ലം. മത്തായിയെ, എന്തായടാ ക്രിസ്മസ് ട്രീ ഒക്കെ? രാവിലെ തൊട്ട് അതിന്റെ പണിയിലായിരുന്നല്ലോ. ട്രീ ഒക്കെ റെഡിയായി റഹീമിക്ക. ശരിക്കും റെഡിയായി. എന്നാ നീ ഒന്നിങ്ങോട്ട് വന്നേ, ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നടാ മരമില്ലാതെ നീ കുറെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാനിത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ദേ, നിനക്കൊരു ഒറിജിനൽ ക്രിസ്മസ് മരം. ഈശോയെ, ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഇപ്പോഴാണ് ഇതൊരു ക്രിസ്മസ് ട്രീ ആയത്. ഈ മത്തായിയുടെ എല്ലാ പരിപാടികളും പൊളിയെങ്കിലും അവസാനം അതൊക്കെ കറങ്ങി തിരിഞ്ഞ് സൂപ്പറായിട്ട് വരും. മരവും ഡെക്കറേഷനും ഒന്നുമല്ല ശരിക്കും ക്രിസ്മസ്. ഈ സ്നേഹവും സന്തോഷവും കൂട്ടായ്മയും ഒക്കെയാണ് യഥാർത്ഥ ക്രിസ്മസ്. അതേടാ മത്തായി കുഞ്ഞെ, എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തുചേരുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. മറിയാമ്മ ചേട്ടത്തിയുടെ അടുത്ത ക്രിസ്മസ് അടിപൊളിയാകുമോ? സുനന്ദയുടെ വീട്ടിലെ മരം മോഷണം പോകുമോ? മൈക്കിളിന്റെ അച്ഛൻ തിരിച്ചു വരുമോ? റഹീം കൊണ്ടുവന്ന മരം ഒറിജിനലോ? വികാരി അച്ഛൻ ട്രാൻസ്ഫർ വാങ്ങി പോയിരിക്കുന്നു. കൊച്ചുതോമയുമായുള്ള കൂട്ടുകെട്ട് മത്തായിക്ക് പണിയാകുന്നു. നമുക്ക് കാത്തിരിക്കാം.